റഷ്യ, മംഗോളിയ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി നടത്തിയ അതിർത്തി പ്രതിരോധ അഭ്യാസം ബോർഡർ ഡിഫൻസ് കോർപ്പറേഷൻ 2025 വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഏഷ്യൻ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നതാണ് ഇതിന്റെ സൂചന. പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, ഈ നീക്കത്തെ ഒരു പുതിയ വെല്ലുവിളിയായി കാണാനുള്ള സാധ്യതയും ഏറി വരികയാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പീപ്പിൾസ് ലിബറേഷൻ ആർമി തങ്ങളുടെ ഔദ്യോഗിക വെയ്ബോ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വിവരമനുസരിച്ച് ഈ അഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കുക, അതിർത്തി സുരക്ഷാ ഭീഷണികളെ നേരിടാനുള്ള കഴിവ് ശക്തിപ്പെടുത്തുക, തന്ത്രപരമായ പരസ്പര വിശ്വാസം കൂടുതൽ ശക്തമാക്കുക എന്നിവയൊക്കെയാണ്. അഭ്യാസത്തിനിടെ ഒരു സംയുക്ത കമാൻഡ് പോസ്റ്റ് ചൈനീസ് പ്രദേശത്ത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തന തത്വം ആരുടെ പ്രദേശമാണോ ആ ഭാഗം നേതൃത്വം വഹിക്കുന്നു എന്നതാണ്. ബഹുമുഖ കൂടിയാലോചനയും സമാന്തര കമാൻഡും എന്നതായിരുന്നു ഈ വിഷയം. ഈ നീക്കങ്ങൾ ചൈന, റഷ്യ, മംഗോളിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ സെപ്റ്റംബർ 2 ചൈനയിൽ വെച്ച് നടത്തിയ ത്രികക്ഷി യോഗത്തിന് ശേഷം ഉടലെടുത്തതാണ്. പുതിയ ആഗോള സുരക്ഷയ്ക്കും സാമ്പത്തിക ക്രമത്തിനും വേണ്ടിയുള്ള ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ കാഴ്ചപ്പാടുകൾക്ക് ശക്തി പകരുകയാണ് ഈ സൈനിക അഭ്യാസം. ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കായി 20-ൽ അധികം പാശ്ചാത്യ രാജ്യങ്ങളിലെ നേതാക്കളെ ചൈന ആതിഥേയത്വം വഹിച്ചതിന് പിന്നാലെയാണ് ഈ സൈനിക അഭ്യാസം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. മംഗോളിയ ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ചേരുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഇപ്പോഴും. 2004 ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ പൂർണ്ണ അംഗങ്ങളായപ്പോഴും മംഗോളിയ ഒരു നിരീക്ഷക രാജ്യമായി തുടരാനായിരുന്നു അന്ന് തീരുമാനിച്ചത്. എന്നാൽ 10 രാജ്യങ്ങളുള്ള ഈ ഗ്രൂപ്പിൽ അംഗത്വം ഏറ്റെടുക്കാൻ മംഗോളിയയെ പ്രേരിപ്പിക്കുന്നത് ചൈന തുടർന്നു പോന്നു. ഈ സാഹചര്യത്തിൽ പുതിയ സൈനിക അഭ്യാസം ചൈനയ്ക്കും റഷ്യയ്ക്കും മംഗോളിയയുമായി കൂടുതൽ എടുക്കാനുള്ള സഹായകരമായിരിക്കുമെന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. ചൈന, റഷ്യ, മംഗോളിയ എന്നീ രാജ്യങ്ങളുടെ ഈ സംയുക്ത സൈനികാഭ്യാസം ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പുതിയ സുരക്ഷാ സമവാക്യങ്ങൾ രൂപപ്പെടുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് എന്ന് പറഞ്ഞല്ലോ. പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ പുതിയ സഖ്യങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ രാജ്യങ്ങളെന്ന് നിരീക്ഷകരുടെ വിലയിരുത്തലുകൾക്ക് കൂടുതൽ ബലം നൽകുന്ന അഭ്യാസമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഈ സംയുക്ത സൈനിക അഭ്യാസം പരമ്പരാഗതമായി സഖ്യകക്ഷികളല്ലാത്ത 3 രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണത്തിന്റെ സൂചനയാണ് നൽകുന്നത്. 3 രാജ്യങ്ങൾക്കും പൊതുവായ അതിർത്തി നിലനിൽക്കുന്നു എന്നത് ഈ സഹകരണത്തിന്റെ പ്രാധാന്യമാണ് വർദ്ധിപ്പിക്കുന്നത്. ചൈനയും റഷ്യയും അമേരിക്കൻ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിൽ സമാനമായ താൽപ്പര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. മംഗോളിയ ഒരു പരമ്പരാഗത റഷ്യൻ സഖ്യകക്ഷിയായിരുന്നുവെങ്കിലും ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ അവർക്ക് വളരെയേറെ നിർണായകമാണ്. ഈ രാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണം സുരക്ഷാപരമായ ഭീഷണികളെ ഒറ്റക്കെട്ടായി നേരിടാനുള്ള ഒരു പുതിയ കൂട്ടായ്മയാണ് സൂചിപ്പിക്കുന്നത്. ഈ സൈനികാഭ്യാസം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി മാറിയേക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നാറ്റോ പോലുള്ള പാശ്ചാത്യ സൈനിക സഖ്യങ്ങൾക്കെതിരെ ഏഷ്യയിൽ ഒരു പുതിയ സുരക്ഷാ കൂട്ടായ്മ ഉയർന്നു വരുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇൻഡോ പസഫിക് തന്ത്രങ്ങൾക്കും ചൈനയെ തടയാനുള്ള ശ്രമങ്ങൾക്കും ഇതൊരു തിരിച്ചടിയായേക്കാം. ചൈന, റഷ്യ, മംഗോളിയ എന്നീ രാജ്യങ്ങൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സന്തുലിതാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക തീർച്ചയാണ്. ഈ സൈനിക അഭ്യാസം ഭാവിയിലെ സുരക്ഷാ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. ചൈനയുടെയും റഷ്യയുടെയും നേതൃത്വത്തിൽ ഏഷ്യയിൽ ഒരു ബഹുധ്രുവ ലോകം ഉയർന്നു വരുന്നുണ്ട്. ഇത് പഴയ ശീതയുദ്ധകാലത്തെ പോലെ ഒരു പുതിയ ശക്തി കേന്ദ്രം രൂപപ്പെടുന്നതിന് കാരണമാകും. ഈ രാജ്യങ്ങൾ സാമ്പത്തികമായും സൈനികമായും കൂടുതൽ അടുക്കുകയാണെങ്കിൽ ഇത് പാശ്ചാത്യ രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കും. അതിനാൽ ബോർഡർ ഡിഫൻസ് കോർപ്പറേഷൻ 2025 പോലുള്ള സൈനികാഭ്യാസങ്ങൾ കേവലം പ്രതിരോധപരമായ നീക്കങ്ങൾക്കപ്പുറം പുതിയ ലോകക്രമത്തിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പുകളായിട്ട് നമ്മെ കണക്കാക്കാവുന്നതാണ്. അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും വിരുദ്ധരായി റഷ്യയും സഖ്യകക്ഷികളും പുതിയ സൈനിക വിന്യാസങ്ങൾ നടത്തുന്നു എന്നതിന്റെ ഉദാഹരണം തന്നെയല്ലേ ഇത്തരം പ്രവർത്തികൾ എന്നത് നമ്മുടെ ആരുടെയും മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ. ചൈന, റഷ്യ, മംഗോളിയ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി നടത്തിയ അതിർത്തി പ്രതിരോധ അഭ്യാസം ബോർഡർ ഡിഫൻസ് കോർപ്പറേഷൻ 2025 അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും എതിരായി മാറിയ ഒരു പുതിയ സൈനിക വിന്യാസത്തിന്റെ സൂചന തന്നെയാണ്. ഇത് കേവലം ഒരു സൈനിക പരിശീലനത്തിനപ്പുറം പുതിയ ഭൗമരാഷ്ട്രീയ സമവാക്യത്തിന്റെ രൂപീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലനിന്നിരുന്ന അമേരിക്കൻ ആധിപത്യത്തിന് ഇടിവ് സംഭവിക്കുന്നു എന്നതും നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. അതായത് അതിന്റെ സ്ഥാനത്ത് ചൈനയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ഇപ്പോൾ. അതായത് ഇതൊരു ബഹുധ്രുവ ലോകക്രമത്തിന്, അതായത് മൾട്ടി പോളാർ വേൾഡിലേക്കാണ് വഴിയൊരുക്കുന്നത്. അമേരിക്കൻ ശക്തി ക്ഷയിക്കുന്ന ഈ സാഹചര്യത്തിൽ റഷ്യയും ചൈനയും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഇത്തരം സൈനിക അഭ്യാസങ്ങളുടെ ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യം കിഴക്കൻ യൂറോപ്പിൽ ശക്തിപ്പെട്ടപ്പോൾ അതിന് ബദലായി ഏഷ്യയിൽ ഒരു പുതിയ സുരക്ഷാ സഖ്യം തന്നെയാണ് രൂപപ്പെട്ടത്. ഈ സൈനിക അഭ്യാസം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. റഷ്യയും ചൈനയും പരമ്പരാഗതമായി എതിരാളികളായിരുന്നുവെങ്കിലും അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും നേരിടാൻ അവർ ഒരുമിക്കുകയാണ്. ചൈനയുടെ അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയും സൈനിക ശക്തിയും റഷ്യയുടെ സൈനിക ശേഷിയും ചേരുമ്പോൾ അതൊരു വലിയ
വലിയ ശക്തിയായിട്ടാണ് രൂപാന്തരം പ്രാപിക്കുന്നത്. ഈ സൈനിക വിന്യാസം പാശ്ചാത്യ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഉദാഹരണത്തിന്, ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യം ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ തന്ത്രങ്ങൾക്ക് ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. സൈനിക സഹകരണം എന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഒരു ഭാഗം മാത്രമാണ്. അതായത് സാമ്പത്തികപരവും രാഷ്ട്രീയപരവുമായി അവർ അടുക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലുള്ള പദ്ധതികൾ റഷ്യയുമായും മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള സാമ്പത്തിക ബന്ധമാണ് വർദ്ധിപ്പിക്കുന്നത്. ഇത് അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഈ രാജ്യങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. രാഷ്ട്രീയപരമായി മനുഷ്യാവകാശം, ജനാധിപത്യം തുടങ്ങിയ വിഷയങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിലകൊള്ളുന്നുണ്ട്. ചുരുക്കത്തിൽ ചൈന, റഷ്യ, മംഗോളിയ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി നടത്തിയ സൈനികാഭ്യാസം വെറും ഒരു പരിശീലനത്തിനപ്പുറം പുതിയൊരു ലോകക്രമത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ് തന്നെയാണ്. ഇത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആധിപത്യം കുറയുന്നതിൻ്റെയും ഏഷ്യയിൽ പുതിയൊരു ശക്തികേന്ദ്രം രൂപപ്പെടുന്നതിൻ്റെയും സൂചന നൽകുന്നു. ഈ നീക്കങ്ങൾ ഭാവിയിൽ എങ്ങനെ ലോകരാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ അമേരിക്കയെ മറികടന്ന് പുതിയ ലോകശക്തികളായി മാറുമോ എന്ന ചോദ്യം ഇന്ന് അന്താരാഷ്ട്ര വിഷയങ്ങളിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്. സമീപകാലത്തെ അവരുടെ സൈനികവും സാമ്പത്തികവുമായ നീക്കങ്ങൾ ഈ ആശങ്കകൾക്ക് കൂടുതൽ ബലം നൽകിയിട്ടുണ്ട്. എങ്കിലും ഈ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാലും അമേരിക്കയെ പൂർണ്ണമായും മറികടക്കാൻ കഴിയുമോ എന്നത് വലിയൊരു ചോദ്യമാണ്. ചൈനയുടെയും റഷ്യയുടെയും ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ പല ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ചൈനയുടെ അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയാണ്. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ സാമ്പത്തിക സ്വാധീന ആഗോള വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. റഷ്യയുടെ കാര്യമെടുത്താൽ അവരുടെ സൈനിക ശക്തിയാണ് പ്രധാനപ്പെട്ട ഘടകം. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തികളിൽ ഒന്നാണ് റഷ്യ. ചൈന, റഷ്യ, മംഗോളിയ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി നടത്തിയ അതിർത്തി പ്രതിരോധ അഭ്യാസം ഈ രാജ്യങ്ങൾ സൈനികമായി കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് തുറന്നു കാണിക്കുന്നത്. ചൈനയുടെയും റഷ്യയുടെയും വളർച്ച അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇതിനെ നേരിടാൻ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന തിരക്കിലുമാണ്. അമേരിക്കയുടെ ഇൻഡോ പസഫിക് തന്ത്രം ചൈനയെ ലക്ഷ്യമിട്ടുള്ളതാണ്. അതേപോലെ നാറ്റോ സഖ്യം കിഴക്കൻ യൂറോപ്പിൽ ശക്തിപ്പെടുന്നത് റഷ്യയെ നേരിടാൻ വേണ്ടിയും. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും ഈ രാജ്യങ്ങളുടെ സ്വാധീനം കുറയ്ക്കാൻ അമേരിക്ക കാര്യമായി ശ്രമിക്കുന്നു. ചൈനയും റഷ്യയും അമേരിക്കയെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വരുമോ എന്നതിനേക്കാൾ അമേരിക്കയുടെ ആധിപത്യം കുറഞ്ഞ് ഒരു ബഹുധ്രുവ ലോകം, അതായത് മൾട്ടി പോളാർ വേൾഡ് രൂപപ്പെടുമെന്നതാണ് യാഥാർത്ഥ്യം. ലോകം ഒരു ശക്തി കേന്ദ്രത്തിന് കീഴിലായിരുന്നെങ്കിൽ ഭാവിയിൽ ചൈന, റഷ്യ, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ തുടങ്ങിയ പല ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ രാജ്യങ്ങൾ സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം സഹകരിച്ചു പോവുകയും ചെയ്യും. ഇത് ലോകത്തിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുക. ചൈന, റഷ്യ, മംഗോളിയ എന്നീ രാജ്യങ്ങൾ സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ആഭ്യന്തരവും അന്തർദേശീയവുമായ പല ലക്ഷ്യങ്ങളോടെയാണ്. അമേരിക്കൻ ആധിപത്യം നേരിടുന്നതിനും പുതിയ ലോകക്രമം സ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള തങ്ങളുടെ താൽപ്പര്യങ്ങൾ ഈ രാജ്യങ്ങൾ ഇതിലൂടെ ആണ് മുന്നോട്ട് വെക്കുന്നത്. ചൈനയും റഷ്യയും തങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണിപ്പോൾ. ചൈനയുടെ അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ച അവരുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. അതേസമയം റഷ്യയുടെ ഊർജ്ജ വിഭവങ്ങളും സൈനിക ശക്തിയും ഈ സഖ്യത്തിന് കൂടുതൽ കരുത്ത് നൽകുന്നു. ഈ രാജ്യങ്ങൾ അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് സാമ്പത്തികപരമായ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യങ്ങളെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഈ രാജ്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. കിഴക്കൻ യൂറോപ്പിൽ നാറ്റോയുടെ വികാസവും ഏഷ്യ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ സാന്നിധ്യവും ചൈനയെയും റഷ്യയും ആശങ്കപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. ഈ ഭീഷണികളെ ഒറ്റക്കെട്ടായി നേരിടാൻ ഈ രാജ്യങ്ങൾ സൈനികപരമായി സഹകരിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യം കൂടിയാണ്. ഈ രാജ്യങ്ങൾ അമേരിക്കൻ ആധിപത്യമില്ലാത്ത ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നത് അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനും അമേരിക്കയുടെ ഏകപക്ഷീയമായ നയങ്ങളെ ചെറുക്കാനും സഹായിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ പുതിയ ലോകക്രമത്തിൽ അമേരിക്കയെ കൂടാതെ റഷ്യയും ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള വിവിധ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ചുരുക്കത്തിൽ തങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അമേരിക്കയുടെ ആധിപത്യത്തെ ചെറുക്കുന്നതിനും വേണ്ടിയാണ് ഈ രാജ്യങ്ങൾ സൈനികപരവും സാമ്പത്തികപരവുമായ കൂട്ടുകെട്ടുകൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.